ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് ഗൈഡൻസ് മെസ്സേജസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൽ വിജയിക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ മത്സരമോ വന്നാൽ പങ്കെടുക്കുക. അതിൽ ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കണമെന്നും അതുപോലെ സെൻറ്റർ ക്യാരക്ടർ ആകണമെന്നും അംഗീകാരങ്ങൾ ലഭിക്കണമെന്നും വാശി പിടിക്കരുത്. പങ്കെടുക്കുന്നതിലാണ് കാര്യം എന്ന് ചുരുക്കം. പ്രകൃതിയോ നിങ്ങളുടെ പൂർവികരോ ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങൾക്കൊരു സന്ദേശം നൽകുവാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ഒഴിവാക്കി വിടുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെയും സാഹചര്യങ്ങളെയും നിരീക്ഷിക്കുക. മഴക്കാലമാണ്. ആരോഗ്യം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും വിശ്രമവും ആവശ്യമാണ്. ഇതാണ് നറിഷ്മെൻ്റ് എന്ന കാർഡ് നൽകുന്ന സന്ദേശം. നിങ്ങളുടെ എനർജി ലോ ആയിരുന്നാൽ പ്രകൃതി നൽകുന്ന സന്ദേശം മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അതിനാൽ ശാരീരികമായും മാനസികമായും എനർജറ്റിക്കായി ഇരിക്കുക. സ്നേഹത്തെ ഒഴുകുവാൻ അനുവദിക്കുക. അത് പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്നേഹമാണെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് സ്നേഹം നൽകുകയും ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അംഗീകാരം, പരിഗണന ഒക്കെയാണെങ്കിൽ ആദ്യം അത് നിങ്ങൾ സ്വയം നിങ്ങൾക്കും മറ്റുള്ളവർക്കും നൽകുക. സ്നേഹം ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടി വയ്ക്കരുതെന്ന് സാരം. നാളെയെക്കുറിച്ചുള്ള വേവലാതികൾ വെടിഞ്ഞ് ഇന്ന് ഈ നിമിഷത്തിൽ ജീവിക്കുക. ഇതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരുമാകുക. ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞതിന്, ശ്വസിക്കാൻ കഴിയുന്നതിന് അടക്കം ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പ്രകടിപ്പിക്കുക. കൃതജ്ഞത എന്നത് പ്രാർത്ഥനയുടെ ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയാണ്. താങ്ക് യു ഡിയേഴ്സ്.